സ്ത്രീകൾ അറിയാനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പേരൂർക്കട സൂപ്പർ സ്പെഷ്യാലിറ്റി പുനർജനി ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടറും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയാണ്. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ എപ്പോഴും കൂടുതലും കേൾക്കുന്നത് സ്ത്രീകൾക്ക് മെനോപോസുമായി സംബന്ധിച്ച് ഒരുപാട് ഭയമാണ്. അത് നിന്ന് കഴിഞ്ഞാൽ മെനോപോസ് നമുക്ക് രണ്ടായിട്ട് തരും. മെനോപോസ് എന്ന് പറഞ്ഞത് ആദ്യം ആളുകൾക്ക് മനസ്സിലാവട്ടെ, ആർത്തവ വിരാമം, അതായത് മാസക്കുളി നിൽക്കുന്ന സമയം. അത് ഏകദേശം ഒരു 42 മുതൽ 45 വരെ നോർമലി, ചിലർക്ക് 50 വരെയൊക്കെ പോകുന്നവരുണ്ട്. അത് നോർമലായിട്ട് നിൽക്കുന്നവർ. പിന്നെ ഈ യൂട്രസ് എടുത്ത് മാറ്റേണ്ടി വരുന്ന അവസ്ഥയിലുള്ളവർ, അത് ചിലപ്പോൾ 40 തൊട്ട് 42, 45, 38, 34, 35 പല അസുഖങ്ങളുണ്ടും എടുത്ത് മാറ്റേണ്ടി വരുന്നവരുണ്ട്. സോ നമ്മളതിനെ രണ്ടായിട്ട് പറയും. സർജിക്കൽ മെനോപോസ് എന്നും പറയാം, പിന്നെ നോർമൽ മെനോപോസ്, ആർത്തവ വിരാമം. ഇത് രണ്ടായാലും അവസ്ഥ ഒന്ന് തന്നെയാണ്. അപ്പം ഈ എല്ലാവരുടെയും സ്ഥിരം സംശയം, ഈ യൂട്രസ് മാറ്റാൻ എന്ത് ഇപ്പം പ്രശ്നങ്ങളുണ്ടെങ്കിലും, വലിയ മുഴകളുണ്ടെങ്കിലും, അത് ക്യാൻസർ ആവുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ പോലും പല സ്ത്രീകളും സമ്മതിക്കത്തില്ല. പിന്നെ രഹസ്യമായിട്ട് അവരെ എല്ലാവരെയും മാറ്റി നിർത്തി ചോദിക്കപ്പം എന്നോട് പലരും പറയാറുണ്ട്, ഡോക്ടറെ ഈ യൂട്രസ് എടുത്ത് മാറ്റിയ ഹസ്ബൻഡ് എന്നെ ഉപേക്ഷിക്കുമായിരിക്കും എന്ന് വെച്ചാൽ ഈ തമ്മിലുള്ള ഈ കുടുംബ ബന്ധം, ഈ ദാമ്പത്യ ബന്ധം ശരിയാവാതെ വരുമ്പം അയാൾക്ക് എന്നെ വേണ്ടാണ്ടാവും, അതാ എൻ്റെ പേടി എന്ന് പറയും. എന്നാൽ അതാണ് എനിക്കിവിടെ ആദ്യം പറയേണ്ട കാര്യം. അതായാലും മാസമുറ നിന്നുപോയി മെനോപോസ് ആയാലും അതൊക്കെ വളരെ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഓരോ പേടികളാണ്. ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. ഇന്ന് എന്തെന്ന് വെച്ചാൽ ഏറ്റവും മുന്തിയ തരമായിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ, അതായത് നമുക്ക് ഈ ഹോർമോണുകൾ ഉണ്ടാക്കി തരുന്നത് അണ്ഡാശയമാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അണ്ഡാശയം മാറ്റിയാൽ മതി. അത് ഒരു 45 വയസ്സ് കഴിഞ്ഞ് 42, 43 വയസ്സ് കഴിയുമ്പോൾ അണ്ഡാശയം സ്വയം പ്രവർത്തനം നിർത്തും. അങ്ങനെ ആവുന്നവർക്ക് എടുത്തു മാറ്റിയാൽ മതി. അതവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും കാര്യമൊന്നുമില്ല. അതല്ലാത്ത ഉള്ള സ്ത്രീകൾക്ക് എടുത്തു മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം സ്ത്രീകൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഗർഭപാത്രം അല്ല ഈ ഹോർമോണുകൾ ഉണ്ടാക്കുന്നതും ഒരു സ്ത്രീയെ സ്ത്രീയാക്കി വെച്ചിരിക്കുന്നതും. ഗർഭപാത്രത്തിന് 2 പ്രക്രിയയേ ഉള്ളൂ. ഒന്ന്, ഒരു കുഞ്ഞിനെ അകത്ത് വളർത്തിയെടുക്കുക, അതിനെ പ്രസവിപ്പിക്കുക, പിന്നെ മാസമുറ വരുത്തുക. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ സ്ത്രീയെ സ്ത്രീയാക്കി നിർത്തുക, കുടുംബജീവിതത്തിലേക്ക് നയിക്കുക, ഇതൊക്കെ അണ്ഡാശയം, അതായത് ഈ ഗർഭപാത്രത്തിന്റെ 2 സൈഡിലുമുള്ള 3 തൊട്ട് 4 സെന്റിമീറ്റർ വരെയുള്ള വെളുത്ത 2 അവയവങ്ങൾ, അതാണ് ഓവറി എന്ന് പറയുന്ന അണ്ഡാശയം. അതാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന 2 പേരിലുള്ള സ്ത്രീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവയവങ്ങൾ. അപ്പോൾ അവയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ആ 2 അവയവങ്ങൾ ഉള്ളിടത്തോളം കാലം സ്ത്രീക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പം വളരെ ചെറുപ്പമായിട്ടുള്ളവർക്ക് ഗർഭപാത്രം എടുക്കുകയാണെങ്കിൽ അവരൊട്ടും പ്രയാസപ്പെടേണ്ട, എടുക്കാം. മുഴകളുണ്ടെങ്കിൽ, ഒരുപാട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എടുത്തോളൂ. പക്ഷേ അണ്ഡാശയത്തിന് കുഴപ്പമില്ലാത്തവരെ അത് അവിടെ തന്നെ വച്ചേക്കാം. നിങ്ങൾക്ക് ഒരു രീതിയിലും ഹസ്ബൻഡുമായിട്ടുള്ള ബന്ധത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വേറെ സ്ത്രീ സഹജമായിട്ടുള്ള വയസ്സായി പോവുകയോ മുടി പൊഴിച്ചിലുണ്ടാകുകയോ തൊലി ചുരുങ്ങുകയോ ഒന്നും ഉണ്ടാവില്ല. സാധാരണ പോലെ ആ ഹോർമോണുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്ത്രീയായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. അത് ആദ്യത്തെ കാര്യം. അഥവാ അണ്ഡാശയം മാറ്റേണ്ട ഒരു അവസ്ഥ, സിസ്റ്റുകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെ ഒക്കെ വന്നാൽ പോലും വളരെ മുന്തിയ മരുന്നുകൾ, ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്, പിന്നെ ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ്സ്, ഒരു ദോഷവുമില്ലാത്ത സംഭവങ്ങൾ, നമുക്ക് പഴയതിനേക്കാളും ഊർജം തരുന്ന സംഭവങ്ങൾ. പക്ഷെ നമ്മൾ അതുപോലെ ഒരു സർജറി കഴിഞ്ഞാലും ഈ യൂട്രസും ഓവറിയും എടുത്ത് മാറ്റേണ്ടി വന്നാലും ഒക്കെ, ഇപ്പം ഞാൻ എൻ്റെ അനുഭവമാണ് പറയണത്. നമ്മൾ ആ ആളിനെ ഇപ്പം അത് മാറ്റിയിട്ട് പോയവരെ ഇപ്പം മിക്കവാറും ഡോക്ടർമാരിൽ ഉണ്ടാവുന്ന, ഞാൻ ആരെയും കുറ്റം പറയല്ല, ഉണ്ടായിക്കൊണ്ടിരിക്കണ ഞാൻ പലരിലും കാണുന്ന ഒരു സംഭവം, ഒരു സർജറി കഴിഞ്ഞാൽ അവരുടെ തിരക്കാണോ എന്താണോ എന്ന് എനിക്കറിയില്ല, ഒരു സർജറി കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ടൊരു ബന്ധമില്ല. ഒരു മാസം കഴിഞ്ഞ് ഒരു ഫോളോ അപ്പ് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണാറേ ഇല്ല. ഡോക്ടർക്ക് പിന്നെ അവരുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ അങ്ങനെ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു വെസ്റ്റേൺ കോൺസെപ്റ്റിൻ്റെ നല്ല കാര്യങ്ങൾ എടുക്കണം. ഈ പുറം രാജ്യങ്ങളിലുള്ള ഒരു നന്മ എന്തെന്ന് വെച്ചാൽ ഹോൾസം ട്രീറ്റ്മെൻറ്റ്, പിന്നെ എല്ലാ 2 മാസം കൂടുമ്പോഴും ഞാനത് എൻ്റെ ഒരു പ്രൊഫഷണൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും
ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. എൻ്റെ പേഷ്യൻസിന് അറിയുകയും ചെയ്യും. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്കറിയാം. ഒരു സർജറി, ഇപ്പോൾ യൂട്രസ് എടുത്ത് മാറ്റി പോകുന്നവർക്ക് എല്ലാ 2 മാസം കൂടുമ്പോഴും ഞാൻ അവരെ കണ്ടുകൊണ്ടേയിരിക്കും. ആദ്യത്തെ ഒരു വർഷത്തേക്ക്, പിന്നെ എല്ലാ ഒരു 6 മാസം കൂടുമ്പോഴും. ആ 2 മാസം കൂടുതൽ ആദ്യം കാണുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് വേറെ പ്രശ്നങ്ങൾ വരാത്ത രീതിയിലുള്ള സപ്ലിമെൻറ്റ്സ്, ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്, പിന്നെ ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ആദ്യം ബോഡി അതുമായിട്ട് യൂസ് ടു ആവുന്നവർ, ആ ഒരു അവയവം പോയതുമായിട്ട് യൂസ് ടു ആവുന്നവർ, അവർക്ക് മിക്കവർക്കും ഇത് പോയതിനേക്കാളും കൂടുതൽ ഊർജം, പണ്ടത്തേനേക്കാളും ഈ ബ്ലീഡിംഗ് ഒക്കെ നിന്ന് കഴിയുമ്പോഴുള്ള ഊർജ്ജമാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതുപോലെ അവർക്ക് പ്രശ്നങ്ങൾ വരാത്ത രീതിയിലുള്ള മരുന്നെന്ന് എനിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. അവർക്ക് ഊർജം ഉണ്ടാക്കി തരുന്ന സപ്ലിമെൻറ്റ്സ്, അതായത് നമുക്ക് ആഹാരത്തിൽ നിന്നും കിട്ടാത്ത നല്ല നല്ല സത്തുള്ള മരുന്നുകൾ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് അവർക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക ചെയ്യണേ. പിന്നെ എല്ലാ 2-3 മാസം കൂടുമ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഇതൊക്കെ തൈറോയിഡ്, ഇതൊക്കെ റെഗുലറായിട്ട് അവർക്ക് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് അതിനുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു ഹാർട്ട് ചെക്കപ്പ് 6 മാസം കൂടുമ്പം, പിന്നെ ഒരു കാർഡിയോളജി ചെക്കപ്പ്, പിന്നെ ഒരു വർഷത്തിലൊരിക്കൽ ഒരു ഈ ബ്രസ്റ്റിൻ്റെ ചെക്കപ്പ്, ഇതൊക്കെ ഞാൻ അവർക്ക് റൂട്ടീനായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് 1 വർഷം കൂടുമ്പോൾ ഞാൻ അവരെ പിന്നെ കാണണം എന്ന് പറയുന്നത്. സോ ഇങ്ങനെയൊക്കെ വരുമ്പം പിന്നെ അവർക്ക് വരുന്ന എന്തെങ്കിലും ക്യാൻസേഴ്സോ പ്രശ്നങ്ങളോ ഇതൊക്കെ എനിക്ക് സ്ത്രീകളിൽ നിന്നും മാറ്റാൻ പറ്റുന്നുണ്ട്. സോ അത് അവരോട് ഞാൻ ചെയ്യുന്ന ഒരു നന്മയാണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. അപ്പോൾ ആ തരത്തിൽ തന്നെ എല്ലാവരും മുമ്പോട്ട് പോകണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. അതുകൊണ്ട് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ ഒരു യൂട്രസ് എന്ന് പറഞ്ഞ ഒരു അവയവം മാറ്റിയതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിന് ഒരു പ്രശ്നവും വരാൻ പോണില്ല. ഉറപ്പ് തരാൻ പറ്റും എനിക്ക്, ഐ ഗ്യാരൻറ്റി. നേരത്തെ ഇരുന്നതിനെക്കാട്ടിലും ഭംഗിയായിട്ട്, പിന്നെ അതിന് ജെല്ലുകളുണ്ട്, വെജൈനൽ ജെല്ല്, പഴയതിനേക്കാളും ബന്ധപ്പെടുമ്പോൾ വളരെ വളരെ ഒരു സുഖകരമായ ഒരു ഫീൽ ഉണ്ടാക്കാൻ പറ്റിയ ജെൽ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇന്ന് വിപണിയിലുണ്ട്. പലരും ഉപയോഗിക്കാറില്ല, പല ഡോക്ടേഴ്സും അത് അഡ്വൈസ് ചെയ്യാറില്ല, ആരും അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആവാറില്ല. പക്ഷെ അതൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കണം. അതൊക്കെ എല്ലാ തരത്തിലും എല്ലാ രീതിയിലും പഴയതിനേക്കാളും ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് നിങ്ങളുടെ ഇന്നത്തെ ഉള്ള ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും ബെറ്റർ ആവുകയേ ഉള്ളൂ എന്നുള്ളത് എനിക്ക് ഗ്യാരൻറ്റീഡ് ആയിട്ട് എൻ്റെ പേഷ്യൻ്റ് ആവുന്ന ആർക്കും എനിക്ക് ഗ്യാരൻറ്റി തരാൻ പറ്റും. ഷുവർ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ മെനോപോസ് പീരീഡിലായാലും യൂട്രസ് റിമൂവ് ചെയ്യുന്ന പീരീഡിലായാലും ഒരിക്കലും സ്ത്രീകൾക്ക് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവിന് ഇൻട്രസ്റ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ സെക്ഷൽ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകും എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്.